നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ 26 വർഷക്കാലം അദ്ദേഹത്തിന്റെ മാംസത്തിനു വേണ്ടി ദാഹിച്ചവരാണ്, മാംസത്തിനു വേണ്ടി കൊതിച്ചവരാണ്, ഒരു തുണ്ട് മാംസത്തിനു വേണ്ടി ആഗ്രഹിച്ചവരാണ് ബിജെപിയും കോൺഗ്രസും കേരളത്തിലെ കുത്തക മാധ്യമങ്ങളും. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ 2 കൈയും ആകാശത്തേക്ക് ഉയർത്തി പൊതുജീവിതത്തിൽ എന്റെ ഈ 2 കൈകളും ശുദ്ധമാണ്, യാതൊരു തരത്തിലും നിങ്ങൾക്ക് എന്നെ തൊടാനാവില്ല ഒന്നിന്റെ പേരിലും എന്ന് പ്രഖ്യാപിച്ച പിണറായിയാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വർഗശത്രുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അക്രമത്തിന് ഫേസ് ചെയ്യേണ്ടി വരുന്നയാളെന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന കൊച്ചു കാര്യങ്ങൾ പോലും എത്രമാത്രം വലുതായി പർവ്വതീകരിച്ച് വർഷങ്ങളോളം കേരളീയ സമൂഹത്തിൽ നിലനിർത്താൻ ബിജെപിക്കും കോൺഗ്രസിനും മാധ്യമങ്ങൾക്കും സാധിക്കുമെന്ന് നോക്കുക. വി ഡി സതീശൻ പറയുന്നതൊന്നും ഒരു പ്രശ്നമില്ല. സംജയ് ദിവസം വി ഡി സതീശൻ പറഞ്ഞു എല്ലാത്തിനും ഇറക്കി പുറത്താക്കി കഥകടയ്ക്ക്. പക്ഷെ പിന്നീട് മാധ്യമങ്ങളാരും ആ പുറത്താക്കി കഥകടയ്ക്കെന്ന് പറഞ്ഞ കാര്യം പറയാൻ വേണ്ടി തയ്യാറായില്ല. ഒരു ഒഫീഷ്യൽ മീറ്റിംഗിനിടയിൽ കടക്കു പുറത്ത്, നിങ്ങൾ കടക്കു പുറത്തെന്ന് പറഞ്ഞത് കഴിഞ്ഞ 8 വർഷക്കാലമായി നമ്മുടെ ആശയമണ്ഡലത്തിൽ പൊതുമണ്ഡലത്തിലുണ്ട്. അതാണ് പിണറായി ആക്രമിക്കുന്നതിന്റെ ഔത്സുക്യമെന്ന് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് കേരളമാകെ, തിരുവനന്തപുരം മാത്രമല്ല കേരളമാകെ സ്വമേധയ നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരും സഖാവ് പിണറായി എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റിനെ തിരിച്ചറിയുന്നവരും ആവേശത്തോടുകൂടി ഒരുമിച്ച് ചേരുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ആരുടെയും നിർദ്ദേശമില്ലാതെ, ആരും ആരോടും പറയാതെ ടെലിവിഷൻ ചാനലുകളിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ റെയ്ഡ് നടക്കുന്നു എന്ന് വാർത്ത കേട്ട മാത്രയിൽ കേരളമാകെ തെരുവിലേക്ക് ഇറങ്ങിയത് ഉന്നത ധാർമ്മികത സൂക്ഷിക്കുന്നതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കരുത്തനായ സഖാവ് പിണറായിയോടുള്ള ആദരവ് തന്നെയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോ ഏതാനും സീറ്റുകൾ അവർക്ക് കിട്ടിയെന്നുള്ളതാണ് അവരുടെ പ്രശ്നമെന്ന് പറയുന്നത്. നമ്മൾ തോറ്റു ജയിച്ചവരാണ്. നമ്മളങ്ങനെ സ്ഥിരമായി ജയിച്ചു വന്നവരല്ല. 57 മുതൽ ഈ 2026 വരെയുള്ള കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ തോറ്റു ജയിച്ചവരാണ് നമ്മൾ. ഒരു തോൽവിക്കും നമ്മുടെ മഹത്തായിട്ടുള്ള ഈ രാഷ്ട്രീയ ശക്തിയെ തകർക്കാൻ വേണ്ടി സാധ്യമല്ല. അത് നമ്മൾ തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നതിന്റെ തുടക്കമാണ്. വരുന്ന ദിവസങ്ങൾ കേരളം കത്തിക്കാളുന്ന പോരാട്ടങ്ങളുടെ സംഗ്രാമഭൂമിയാകുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. ആ പോരാട്ടത്തിന് തയ്യാറാകാൻ സഖാക്കളെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് വരാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ രാവിലെ ആരംഭിച്ചതായിട്ടുള്ള ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും സമാധാനത്തോടുകൂടി വീട്ടിലേക്ക് മടങ്ങുക.